ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഔട്ടർ ബാങ്ക്സ് എന്ന വെബ് സീരീസിന്റെ 5ാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത്. ഈ സീരീസിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന ജെനെയാണ് കാണിക്കുന്നത്. ലേഡി ഓഫീസർ ജെയുടെ മേലെ ചാർജ് ചെയ്തിരിക്കുന്ന കേസിനെ പറ്റിയെല്ലാം അവന് പറഞ്ഞു കൊടുത്ത ശേഷം അവന് നേരെ ബ്ലാക്ക് ടീമിലെ രണ്ടാൾക്കാരുടെ ഫോട്ടോ എല്ലാം കാണിച്ച് ഇവന്മാരെ നീ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഫോട്ടോ കണ്ട് ഷോക്കായ ജെ ആദ്യമൊന്നും ഇതിന് മറുപടി കൊടുക്കാൻ വേണ്ടി കൂട്ടാക്കുന്നില്ലെങ്കിലും റേഡിയോ ഓഫീസർ നിർബന്ധിച്ചോടെ താൻ ഇവരെ ഒരിക്കൽ ജോൺ ബിയുടെ വീട്ടിലേക്ക് വരുന്നതായി കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ടതും ഓഫീസർ ഇവർ റോയൽ മർച്ചന്റിലെ നിധിയെല്ലാം അന്വേഷിച്ചു പോയി മരിച്ചതാണെന്ന് പറഞ്ഞ് അവർ മരിച്ചെടുക്കുന്ന ഫോട്ടോ എല്ലാം ജെക്ക് കാണിച്ചു കൊടുത്ത ശേഷം അടുത്തത് മിക്കവാറും നിന്റെ സുഹൃത്തായിട്ടുള്ള ജോൺ ബി ആവുമെന്ന് പറയുന്നു. ഇതേ സമയം $30,000 കെട്ടിവെച്ച് ജെനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കുന്ന അവന്റെ അച്ഛനെയാണ് കാണിക്കുന്നത്. അയാൾ പൈസ പോയ ദേഷ്യത്തിൽ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് വന്ന ഉടൻ തന്നെ നീ വെറും പാഴ്വസ്തുവാണെന്നെല്ലാം പറഞ്ഞ് ജെനെ വളരെയധികം കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു. ഇതെല്ലാം കേട്ടതും ജെ താൻ ആ പൈസയെല്ലാം എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും കേൾക്കാതെ കാറിൽ കയറിയ ഉടൻ തന്നെ ജെനെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇതിൽ നിന്നും തന്നെ ജെയുടെ അച്ഛൻ എത്രത്തോളം മോശപ്പെട്ട വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജെക്ക് തന്റെ അച്ഛന്റെ ഉപദ്രവം സഹിക്കാനാവാതെ വന്നതും അവൻ അയാൾ ഉറങ്ങുന്ന നേരത്തെല്ലാം അയാളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും അവന്റെ മനസാക്ഷി അതിനെ സമ്മതിക്കാത്തത് കൊണ്ട് തന്റെ സാധനങ്ങളെല്ലാം ബാഗിൽ പറക്കിയിട്ട് ബൈക്കും എടുത്ത് അവിടെ നിന്നും പോകുന്നു. അവിടെ കട്ട് ചെയ്ത് സ്കൂളിലേക്ക് പോയിരിക്കുന്ന ജോൺ ബിനെയാണ് കാണിക്കുന്നത്. ജോൺ ബിക്ക് പീറ്റർ ഡെൻമാർക്ക് എഴുതിയിട്ടുള്ള ലെറ്റർ ഗുള എന്ന ലാംഗ്വേജ് ആണെന്ന് മനസ്സിലായതും തന്റെ സ്കൂളിലെ ആ ലാംഗ്വേജ് എല്ലാം വായിക്കാൻ അറിയുന്ന ഒരു ടീച്ചറിന്റെ അടുത്ത് നിന്ന് തനിക്ക് വേണ്ടി ആ ലെറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാനായി പറയുന്നു. ആ ടീച്ചറിന്റെയും ജോൺ ബിയുടെയും ഇടയിൽ നല്ലൊരു ബൗണ്ടിങ് ആയതുകൊണ്ട് അയാൾ ആ ലെറ്റർ എല്ലാം ഒന്ന് നോക്കിയ ശേഷം ഇതിൽ ഡെൻമാർക്ക് ടാനി എന്ന വ്യക്തി താൻ മരിക്കാൻ പോണ ദിവസം തന്റെ മകന്റെ അടുത്ത് തന്നെ തൂക്കിലേറ്റാൻ പോകുന്ന കാര്യമെല്ലാം എഴുതി അയച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞതും ജോൺ ബിക്ക് താൻ വിചാരിച്ച കാര്യം കിട്ടാതെ ഓർത്ത് വളരെയധികം വിഷമമെല്ലാം ആവുന്നു. എന്നാൽ ഈ സമയം ടീച്ചർ ഇതിന്റെ താഴെ മറ്റൊരു സെന്റൻസ് കൂടി എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നീ ഇന്ന് തന്നെ വെള്ളത്തിന്റെ അടുത്തുള്ള വീട്ടെല്ലാം ഹാർവസ്റ്റ് ചെയ്യണം എന്ന സെന്റൻസ് ജോൺ ബിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തതും ഇത് കേട്ട ഉടനെ ജോൺ ബിക്ക് ഡെൻമാർക്ക് ടാനി സ്വർണത്തിനെ പറ്റിയാണ് തന്റെ മകന്റെ അടുത്ത് പറയാൻ ശ്രമിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. ജോൺ ബി ഈ ഒരു സന്തോഷത്തിൽ തിരിച്ച് തന്റെ വീട്ടിലേക്ക് വരുന്ന സമയം വീടിന്റെ തൊട്ടടുത്തുള്ള വെയർ ഹൗസിന്റെ അവിടെ വെച്ച് ജെ പിന്നിലൂടെ വന്ന് ജോൺ ബിയുടെ വായെല്ലാം പൊത്തിയ ശേഷം അവനെ വലിച്ച് ആ ഷെഡിലേക്ക് പോകുന്നു. ജോൺ ബി അവന്റെ അടുത്ത് കാര്യമെന്താണെന്ന് തിരക്കാൻ നോക്കിയതും അവൻ വീണ്ടും ജോൺ ബിയുടെ വായെല്ലാം പൊത്തിപ്പിടിച്ച ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു മറവിലൂടെ പോലീസ് ഓഫീസറായിട്ടുള്ള വിക്ടർ കുറച്ചക്കലെ തന്റെ കാറിലിരുന്നുകൊണ്ട് ജോൺ ബിയുടെ വീടിനെ ഒബ്സർവ് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുന്നു. അവർക്ക് വീട്ടിലേക്ക് പോകുന്നത് ഒട്ടും തന്നെ സേഫ് ആവൂല എന്ന് മനസ്സിലായതും അവർ വിക്ടർ കാണാതെ ആ ഷെഡിന്റെ സൈഡിലൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങി പുഴയുടെ തീരത്ത് കിടന്നിരുന്ന ബോട്ടും എടുത്ത് അവിടെ നിന്നും പോകുന്നു. അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഫേസ് റിവീൽ ചെയ്യാത്ത വ്യക്തിയെ മീറ്റ് ചെയ്യാൻ ചെന്നിരിക്കുന്ന ലേഡി ഓഫീസറിനെയാണ് കാണിക്കുന്നത്. അവർ ജോൺ ബിയുടെ കയ്യിൽ നിന്ന് മേടിച്ച കോമ്പസ് എല്ലാം ആ വ്യക്തിക്ക് കൊടുത്ത ശേഷം തന്റെ അക്രമമെല്ലാം ഈയിടെ കൂടി വരികയാണെന്നും താൻ അതിനൊക്കെ സ്വയം ഒരു കൺട്രോൾ വരുത്തിയില്ലെങ്കിൽ പോലീസിന് ഇതിനകത്തൊക്കെ ഇടപെടേണ്ടി വരുമെന്ന് പറഞ്ഞ് ലേഡി ഓഫീസർ അയാൾക്ക് ഒരു വാണിംഗ് എല്ലാം കൊടുത്ത് അവിടെ നിന്നും പോകുന്നു. അവിടെ കട്ട് ചെയ്ത് കിയാരയുടെ വീട്ടിൽ വെച്ച് നടക്കാൻ പോകുന്ന ബുക്സിന്റെ ഒരു പാർട്ടിക്ക് അച്ഛന്റെ കൂടെ കാറ്ററിംഗ് സർവീസിന് വരുന്ന ഹോപ്പിനെയാണ് കാണിക്കുന്നത്. ഹോപ്പിന് ടോപ്പറും അവന്റെ ഫ്രണ്ട്സും എല്ലാം ഇവിടേക്ക് വരും എന്നറിയാവുന്നത് കൊണ്ട് അവൻ അവന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞ് പരമാവധി ഇവിടെ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയെല്ലാം നോക്കുന്നു. എന്നാൽ അച്ഛൻ നീ അവരെ ഒന്നും മൈൻഡ് ആക്കേണ്ട കാര്യമില്ലെന്നും നീ നിന്റെ ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ഹോപ്പിനെ നിർബന്ധപൂർവ്വം അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നു. ഇതേ സമയം വീടിന്റെ അകത്ത് പാർട്ടിക്ക് വേണ്ടി കിയാരയെ നല്ലപോലെ ഒരുക്കുന്ന അവളുടെ അമ്മേനെയാണ് കാണിക്കുന്നത്. കിയാരയും ഹോപ്പിനെ പോലെ ഇവിടെ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയെല്ലാം നോക്കുന്നുണ്ടെങ്കിലും കിയാരയുടെയും പാരന്റ്സ് നിർബന്ധം പിടിച്ചതോടെ അവൾക്കും ഇവിടെ നിന്നും എവിടേക്കും പോകാൻ സാധിക്കാതെ വരുന്നു. എല്ലാവരും പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നതും അവിടെ ഹോപ്പ് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ട് തന്റെ കൂട്ടുകാരനെ കണ്ട സന്തോഷത്തിൽ കിയാര നേരെ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. കുറച്ചു കഴിഞ്ഞതും ക്യാമറോന്റെ ഫാമിലിയും ടോപ്പറിന്റെ ഫാമിലിയും എല്ലാം വന്ന് പാർട്ടി നല്ല രീതിക്ക് പൊക്കോണ്ടിരിക്കുന്നതിനിടയിൽ ടോപ്പർ നേരെ സാറിന്റെ അടുത്ത് ചെന്ന് അവൾ ചാപ്പൻ ഹിൽ ട്രസ്റ്റിലേക്ക് ആരുടെ കൂടെയാണ് പോയതെന്ന് തിരക്കുന്നു. അവന്റെ ഈ ചോദ്യം കേട്ട ഉടനെ സാറയ്ക്ക് അവൻ എവിടേക്കാണ് ലക്ഷ്യം വെച്ച് വരുന്നത് എന്ന് മനസ്സിലായതും
അവൾ തൽക്കാലം തനിക്കിതിന് ഉത്തരം തരാൻ വേണ്ടി താല്പര്യമില്ലെന്ന് പറഞ്ഞ് ടോപ്പറിന്റെ അടുത്ത് നിന്നും മാറിപ്പോകുന്നു. ഇതേ ടൈമിൽ ജോൺ ബിയിൽ നിന്നും അവരുടെ ട്രഷർ ഹണ്ട് മിഷൻ എല്ലാം ഓണാണ് എന്ന കാര്യം പറഞ്ഞ ജെ കിയാരയുടെ വീടിനോട് ചേർന്ന് ബോട്ടെല്ലാം സൈഡാക്കിയ ശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പേറ്റന്റ് ഡ്രസ്സെല്ലാം ധരിച്ച് നേരെ ആ പാർട്ടി നടക്കുന്നതിനിടയിലേക്ക് പോകുന്നു. ജയിലിൽ നിന്നും റിലീസായി വന്ന ജെനെ കണ്ടതും ഹോപ്പിന് ഇതിൽ വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു. അവൻ ജെയുടെ മുഖത്തുള്ള പാടുകളെല്ലാം കണ്ട് ഇത് പോലീസുകാർ ചെയ്തതാണോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ജെ ഒരു ഫൺ മൈൻഡിൽ ഇത് തന്റെ അച്ഛന്റെ സമ്മാനമാണെന്നെല്ലാം പറഞ്ഞ് ഹോപ്പിന്റെ മൈൻഡ് മാറ്റാനായി നമ്മുടെ ട്രഷർ ഹണ്ടെല്ലാം ഇപ്പോഴും ഓണാണെന്ന് പറയുന്നു. ജെ ഈ പാർട്ടിയെല്ലാം നടക്കുന്നതിനിടയിലൂടെ ജോൺ ബി അവന്റെ കയ്യിൽ കൊടുത്തു വെച്ചിട്ടുള്ള മെസ്സേജ് എല്ലാം നേരെ സാറയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. മെസ്സേജിൽ റൈറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിൽ വെച്ച് മീറ്റ് ചെയ്യാം എന്നെഴുതിയിരിക്കുന്നത് കണ്ട് സാറ നേരെ ജോൺ ബിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവിടേക്ക് പോകുന്നു. സാറേനെ കണ്ട ഉടൻ തന്നെ അവൻ താൻ ആ ലെറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്ത കാര്യമെല്ലാം അവളുടെ അടുത്ത് പറയുന്നു. ഇത് കേട്ടതും സാറയ്ക്ക് വളരെയധികം സന്തോഷമെല്ലാമായതും അവൻ നമുക്കിനി ടാനി ഹില്ലിന്റെ ബ്ലൂ പ്രിന്റാണ് വേണ്ടതെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് എങ്ങനെയെങ്കിലും അവളുടെ അച്ഛന്റെ ഓഫീസിൽ നിന്നും ആ മാപ്പിന്റെ പ്രിന്റ് എടുത്ത് തരാനായി പറയുന്നു. ഇവരുടെ ഈ സംസാരത്തിനിടയിൽ ഇവരെ ടോപ്പർ ഒബ്സർവ് ചെയ്യുന്ന കാര്യമെല്ലാം സാറ നോട്ടീസ് ചെയ്തതും അവൾ വേഗം തന്നെ ജോൺ ബിനെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. ഇതേ സമയം അവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ റാഫിന്റെയും സുഹൃത്തുക്കളുടെയും കയ്യിൽ ചെന്നുപെട്ട ജെനെ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് വലിച്ച് വീടിന്റെ പുറത്തേക്ക് ഇടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവൻ ഇതിന്റെ പേരിൽ അവിടെ വെച്ച് മദ്യപിച്ചുകൊണ്ട് ഒച്ചയെടുത്തതും ജെനെ കണ്ട കിയാര ആ പാർട്ടിയിലുണ്ടായിരുന്ന എല്ലാവരും കാണുകയെ ഹോപ്പിനെയും വിളിച്ച് തന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ജെയുടെയും ജോൺ ബിയുടെയും കൂടെ ഓടിപ്പോകുന്നു. അവിടെ കട്ട് ചെയ്ത് രാത്രി ഒരു ക്യാമ്പ് ഫയറെല്ലാം സെറ്റ് ചെയ്ത് അതിന് ചുറ്റുമിരിക്കുന്ന ജോൺ ബിനെയും ഫ്രണ്ട്സിനെയുമാണ് കാണിക്കുന്നത്. ജോൺ ബി സത്യത്തിൽ അന്ന് റോയൽ മർച്ചന്റ് മുങ്ങിയ സമയം ഗോൾഡ് ആ ഷിപ്പിന്റെ കൂടെ വെള്ളത്തിനടിയിലേക്ക് പോയിട്ടില്ലെന്നും പകരം ഡെൻമാർക്ക് ടാനി എന്ന വ്യക്തി ടാനി ഹിൽ പ്ലാന്റേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട് അവർക്കെല്ലാം വളരെയധികം സന്തോഷമായതും ജോൺ ബി ഈ ട്രഷർ ഹണ്ടിൽ ഇവർ 4 പേരല്ലാതെ സാറയും കൂടി അവരെ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതും കിയാരയ്ക്ക് ഇതിൽ ചെറുതായി എതിർപ്പെല്ലാം വരുന്നു. അവർ സാറയുടെ കയ്യിൽ നിന്നും മാപ്പ് കിട്ടാതെ അവർക്ക് ഇനി മുന്നേക്ക് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞതും തന്റെ കൂട്ടുകാരുടെ നിർബന്ധം കാരണം സാറയെ ഉൾപ്പെടുത്തുന്നതിന് സമ്മതമെല്ലാം മൂടുന്നു. അവിടെ കട്ട് ചെയ്ത് തന്റെ അച്ഛന്റെ ഓഫീസ് റൂമിൽ മാപ്പെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സാറേനെയാണ് കാണിക്കുന്നത്. ഈ സമയം സാറയുടെ അച്ഛനായിട്ടുള്ള ക്യാമറൂൺ പണ്ട് താനിതെല്ലാം കാണിച്ചു കൊടുക്കുന്ന സമയം ഒരു തരത്തിലും ഇൻട്രസ്റ്റ് കാണിക്കാത്ത വ്യക്തി ഇപ്പോൾ ആകാംക്ഷയോടെ മാപ്പെല്ലാം എടുത്ത് നോക്കുന്നത് കണ്ട് ക്യാമറൂൺ അത്ഭുതത്തോടെ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അച്ഛനെ കണ്ടതും സാറ താൻ മാപ്പെല്ലാം റൂമിൽ പോയി നോക്കിക്കോളാമെന്ന് പറഞ്ഞ് അതുമായി അവിടെ നിന്നും എഴുന്നേറ്റ് പോയതും ക്യാമറൂൺ തന്റെ മകൾ പോയ ഉടൻ തന്നെ റൂമിന്റെ ഡോറെല്ലാം ലോക്ക് ചെയ്ത ശേഷം ഡെൻമാർക്ക് ടാനിയുടെ ഫോട്ടോന്റെ പുറകിലുള്ള ഒരു ലോക്കറെല്ലാം ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് നിന്നും ഒരു കോമ്പസ് പുറത്തേക്ക് എടുക്കുന്നു. അയാൾ സമാധാനത്തോടെ ആ കോമ്പസ് എല്ലാം തുറന്നതും അതിൻ്റെ അകത്ത് റെഡ് ഫീൽഡ് എന്നെഴുതിയിരിക്കുന്നത് കാണുന്ന സമയത്താണ് ബ്ലാക്ക് ടീമിലെ ആൾക്കാരെല്ലാം കൊന്നിരിക്കുന്നത് ക്യാമറൂണാണ് എന്ന കാര്യമെല്ലാം മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അവിടെ കട്ട് ചെയ്ത് സാറയുടെ കൂടെ ജോൺ ബിനെ കണ്ട ദേഷ്യത്തിൽ രാത്രി മദ്യപിച്ച് സാറയുടെ വീട്ടിലേക്ക് പോകുന്ന ടോപ്പറിനെയാണ് കാണിക്കുന്നത്. അവൻ മദ്യത്തിന്റെ ഹാങ് ഓവറിൽ നേരെ സാറയുടെ റൂമിൽ പോയ ശേഷം ബെഡിൽ സാറയാണ് കിടക്കുന്നതെന്ന് കരുതി അവൻ താൻ ഒട്ടും ടോക്സിക് അല്ലെന്നും ആ സമയത്തെ എന്തോ ദേഷ്യത്തിന്റെ പുറത്ത് ചാപ്പൻ ഹില്ലിൽ പോയതിനെ പറ്റിയെല്ലാം ചോദിച്ചാണെന്ന് പറഞ്ഞ് തന്റെ ഭാഗത്തു നിന്നും പറ്റിയിട്ടുള്ള മിസ്റ്റേക്കുകൾക്കെല്ലാം അവളുടെ അടുത്ത് സോറി എല്ലാം ചോദിക്കുന്നു. ഓപ്പന്റെ ഈ കുറ്റസമ്മതമെല്ലാം കേട്ട് സാറയുടെ അനീതി ബെഡിൽ നിന്നും എഴുന്നേറ്റതും സാറയ്ക്ക് പകരം അനീതിയായിട്ടുള്ള ബിസിനെ കണ്ട് ടോപ്പറിന് ഇത് വളരെ ഷോക്കിംഗ് ആയിട്ടെല്ലാം തോന്നുന്നു. അവൻ ബിസിന്റെ അടുത്ത് അവൾ എന്താണ് സാറയുടെ റൂമിൽ ചെയ്യുന്നത് എന്ന് തിരക്കിയതും ബിസി ചേച്ചി പുറത്തു പോകുന്ന ദിവസമെല്ലാം താൻ ചേച്ചിക്ക് പകരം ഇവിടെ ഡമ്മിയായി കിടക്കാറാണ് പതിവെന്നും അതിന് പകരമായി ചേച്ചി തനിക്ക് മിഠായെല്ലാം മേടിച്ചു തരുമെന്ന് ടോപ്പറിന്റെ അടുത്ത് പറയുന്നു. ഇതെല്ലാം കേട്ടതും ടോപ്പറിന് സാറ് എവിടേക്കാണ് പോയിരിക്കുന്നത് എന്ന കാര്യം അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയെല്ലാം കൂടിയതും അവൻ ബിസിയോട് ചോദിച്ച് സാറ എവിടേക്കാണ് പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അവിടെ കട്ട് ചെയ്ത് തന്റെ സുഹൃത്തുക്കളെല്ലാം വാനിലെത്തിയ ശേഷം സാറയെ മീറ്റ് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്തുള്ള മരം വെച്ച് നിർമ്മിച്ച ഒരു വ്യൂ പോയിന്റിലേക്ക് പോകുന്ന ജോൺ ബിനെയാണ് കാണിക്കുന്നത്. അവൻ ആ വ്യൂ പോയിന്റിന്റെ മുകളിൽ സാറ നിൽക്കുന്നത് കണ്ട് നേരെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. സാറ താൻ ടോപ്പർ മൊത്ത് ബ്രേക്കപ്പ് ചെയ്യുകയാണെന്ന് ജോൺ ബിയുടെ അടുത്ത് പറഞ്ഞതും ഇത് കേട്ട് സർപ്രൈസായ ജോൺ ബി അവരുടെ ഈ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല സംസാരിക്കുന്നു. അവർക്കിടയിലുള്ള സംസാരത്തിനിടയിൽ അവർ ആ ഒരു ഫ്ലോയിൽ പരസ്പരം കിസ്സെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ബിസിയിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് ടോപ്പർ നേരെ അവിടേക്ക് വന്നതും അവർ രണ്ടുപേരും നല്ല പോലെ ഞെട്ടുന്നു. ടോപ്പർ സാറേനെ പറ്റി വളരെയധികം മോശമായിട്ടെല്ലാം സംസാരിച്ചതും ഇതിന്റെ പേരിൽ ജോൺ ബിക്കും ടോപ്പറിനും ഇടയിൽ ഒരു വാക്ക് തർക്കമെല്ലാം ഉണ്ടാവുന്നു. തർക്കത്തിനൊടുവിൽ
കൺട്രോൾ നഷ്ടപ്പെട്ട ടോപ്പ് അതിന്റെ മുകളിൽ നിന്നും ജോൺ ബിയെ ഒന്ന് തള്ളിയതും കഷ്ടകാലം കാരണം ജോൺ ബി കൈവരി തകർന്ന് നേരെ താഴേക്ക് ചെന്ന് വീഴുന്നു. സാറ വേഗം തന്നെ താഴേക്ക് ഇറങ്ങി ചെന്ന് ബോധം കെട്ടി കിടക്കുന്ന ജോൺ ബിനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയെല്ലാം നോക്കുന്നുണ്ടെങ്കിലും അവന്റെ ഭാഗത്ത് നിന്നും പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും വരാതിരിക്കുന്നത് കണ്ട് പാനിക്കായി സാറ സഹായത്തിന് വേണ്ടി ഉച്ചത്തിൽ നിലവിളിക്കുന്നു. സാറയുടെ ഈ നിലവിളിയെല്ലാം തൊട്ടപ്പുറത്ത് വാനിലുണ്ടായിരുന്ന കിയാരയും ജെയും എല്ലാം കേട്ടതും അവർ വേഗം തന്നെ ഈ സൗണ്ട് എല്ലാം ഫോളോ ചെയ്ത് ജോൺ ബി വീണ് കിടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. അവിടെ കക്ഷിത് പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ണു തുറക്കുന്ന ജോൺ ബിനെയാണ് കാണിക്കുന്നത്. അവൻ കണ്ണു തുറന്നത് കണ്ടതും സാറ തലേന്ന് രാത്രി നടന്ന സംഭവങ്ങളെല്ലാം അവന്റെ അടുത്ത് വിശദമായി പറഞ്ഞു കൊടുക്കുന്നു. ഇവരുടെ ഈ സംസാരത്തിനിടയിൽ ക്യാമറ നേരെ ആ റൂമിലേക്ക് വന്നതും അയാൾ ജോൺ ബിയുടെ അടുത്ത് തലേന്ന് രാത്രി തന്റെ മോളെ പ്രൊട്ടക്ട് ചെയ്തതിന് നന്ദിയെല്ലാം പറഞ്ഞ ശേഷം ഇനി നീ ചൈൽഡ് ഹെൽപ്പ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്നും ഓടിപ്പോകേണ്ട കാര്യമില്ലെന്നും അവന്റെ ലീഗൽ ഗാർഡിയൻഷിപ്പ് എല്ലാം ഇനി മുതൽ താൻ ഏറ്റെടുക്കാൻ പോവുകയാണെന്ന് ജോൺ ബിയുടെ അടുത്ത് പറയുന്നു. ഇതെല്ലാം കേട്ട് ജോൺ ബിക്ക് തന്റെ സുഹൃത്തുക്കളൊന്നും ഒരിക്കലും നഷ്ടമാവില്ല എന്ന സന്തോഷത്തിലിരിക്കുന്ന സമയം ക്യാമറൂൺ നിനക്ക് ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ടെന്ന് പറഞ്ഞ് ഹെൽത്ത് ഓക്കെ ആയ ഉടനെ പഴയതുപോലെ ബോട്ടിൽ ജോലിക്ക് കയറിക്കോളാൻ കൂടി പറയുന്നു. അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് തന്റെ ലൈഫിൽ ഇത്രയും സംഭവങ്ങളെല്ലാം നടന്നു നോർത്ത് സന്തോഷിച്ചിരിക്കുന്ന ജോൺ ബിയെ കാണിച്ച് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.